ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളിന്ന് വായിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ യോവാഷിൻ്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ 23-ാം വർഷം ഭരണമേറ്റ് 23 വർഷമായപ്പോൾ മറുരാജ്യത്ത് അല്ലെങ്കിൽ ശമരിയയിൽ നേരത്തെ യേഹൂവിൻ്റെ മകൻ യഹോവാഹാസ് അവിടെ വന്ന് ഭരണമേൽക്കുകയാണ്. അദ്ദേഹം 17 വർഷം അത് ഭരിച്ചു. എങ്കിലും അദ്ദേഹവും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ വർദ്ധിക്കുകയും സിറിയൻ രാജാക്കന്മാർ മുഖാന്തരം ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ബെൻഹദാദും അതുപോലെ തന്നെ ഹസായിൽ സിറിയൻ രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ കാരണമായി തീർന്നു അവരുടെ പാപം മുഖാന്തരം. അപ്പോൾ അവർ അനുദപിക്കുകയും യഹോവയായ ദൈവം അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു പോലെ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഒക്കെ പ്രീതിക്ക് വേണ്ടിയാവാം മറ്റു ദൈവങ്ങളുടെ പിന്നാലെയൊക്കെ അവർ പോകേണ്ടി വരുന്ന സാഹചര്യം അവർക്കുണ്ടാകുന്നത്. അങ്ങനെ പാപം ചെയ്താലും അനുദപിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സലിയുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റേത്. കർത്താവ് അവരോട് മനസ്സലിവ് കാണിക്കുന്നതായി നമ്മൾ കാണുന്നു. കാരണം ദാവീദിനൊക്കെ കാണിച്ചതായ വലിയ സ്നേഹം, അവർ കൊടുത്തതായ ഒരു വലിയ ഉറപ്പ്, ആ വാഗ്ദത്തം ദൈവം നിറവേറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടത്തുന്നതായി നമ്മൾ കാണുന്നു. പിന്നീട് അവരങ്ങനെ ലഭിച്ചപ്പോൾ യഹോവയായ ദൈവം അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു രക്ഷകനെ അവിടെ ആക്കുകയും ഇസ്രായേൽ ജനം സിറിയയുടെ ആ വലിയ പീഡയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. എന്നാൽ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എലീശായുടെ മരണത്തെക്കുറിച്ചാണ്. എലീശ രോഗഗ്രസ്തനായി. ഈ സമയത്ത് നമുക്കറിയാം ഈ യഹോവാഷ് എന്ന് പറഞ്ഞ രാജാവ് എലീശായുടെ അടുത്ത് വന്ന് നിന്ന് അദ്ദേഹത്തെ കരങ്ങൾ പിടിച്ച് അവിടെ നിന്ന് കരയുകയാണ്. കാരണം ഈ പ്രവാചകനായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇനി ഇദ്ദേഹത്തിനോട് കാലം കഴിയുമ്പോൾ സിറിയക്കാർ തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ സമയത്തെ പ്രവാചകൻ പറഞ്ഞു, നീ വില്ലെടുക്കാൻ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ കരങ്ങളുടെ പുറത്ത് പ്രവാചകൻ്റെ കരങ്ങൾ വെച്ച് കിഴക്കേ കിളിവാതിലൂടെ എയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് സിറിയൻ രാജാവിനെ തോൽപ്പിക്കാൻ സാധിക്കും, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. അതിനുശേഷം അമ്പെടുത്ത് കൊടുത്തിട്ടത് നിലത്തടിക്കാൻ പറഞ്ഞു. അദ്ദേഹം 3 പ്രാവശ്യം അടിച്ച് അത് നിർത്തി. അപ്പോൾ പ്രവാചകൻ അവിടെ കോപിക്കുന്നുണ്ട്, നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ച് നിർത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ. 5ഓ 6ഓ പ്രാവശ്യം നീ അടിച്ചിരുന്നെങ്കിൽ നിനക്ക് സിറിയക്കാരെ മൊത്തം ഇല്ലാതാക്കാമായിരുന്നു. എന്നാൽ ഈ 3 പ്രാവശ്യം അടിച്ച് നീ നിർത്തിയതുകൊണ്ട് 3 പ്രാവശ്യം നിനക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, പ്രവാചകൻ അവിടെ മരിക്കുകയാണ്. പ്രവാചകൻ മരിച്ച അദ്ദേഹത്തെ കൊണ്ട് അവിടെ ഖബറടക്കി. അത് കഴിഞ്ഞപ്പോൾ മോവാബ് ഇവരെ ആക്രമിക്കാൻ വന്ന സമയത്ത് ഒരു മൃതശരീരവുമായി ആളുകൾ ഇത് സംസ്കരിക്കാൻ പോകുന്നു. അവരെ ഭയപ്പെട്ട് ഇവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മൃതശരീരം അടുത്ത് കണ്ട ഒരു ഗുഹയിലേക്ക് എറിഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. മൃതശരീരം ചെന്ന് വീണത് എലീശ പ്രവാചകൻ്റെ അസ്ഥിയിൽ ആ മൃതശരീരം ചെന്ന് സ്പർശിക്കുകയും അത് ജീവനുള്ള ദേഹിയായി മാറ്റപ്പെടുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾക്കും അസ്ഥികൾക്കുമുള്ള ശക്തി നമ്മൾ കാണുന്നു. ജീവിച്ചിരുന്നപ്പോൾ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അസ്ഥിയെ പോലും സ്പർശിച്ചിട്ട് മൃതശരീരം വരെ ജീവിച്ചെഴുന്നേൽക്കുന്നതായ, കാരണം ദൈവികമായ ശക്തിയാണ് അവരിലും അവരുടെ തിരുശേഷിപ്പുകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പുതിയ നിയമത്തിലും പൗലോസിൻ്റെ മേന്മയിൽ കൊണ്ടിട്ട ആ റൂമാൽ മുഖാന്തരം രോഗികൾ സൗഖ്യമാക്കിയതും, അത് നമ്മുടെ പത്രോസ്ലീഹായുടെ നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യമാക്കിയതുമായ സംഭവങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 5-ാം അധ്യായത്തിലും അതിൻ്റെ 19-ാം അധ്യായത്തിലും ഒക്കെ ഇത് വിശദമായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം,
എലീശ പ്രവാചകൻ എന്തുകൊണ്ട് രോഗഗ്രസ്തനായി? അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല. എത്രയോ പേരുടെ രോഗത്തെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും വീരപ്രവർത്തികളെയും ചെയ്ത് അദ്ദേഹത്തിന് രോഗം വരുമോ? എന്തുകൊണ്ടാണ് രോഗം അല്ലെങ്കിൽ ദൈവഭക്തർക്ക് രോഗങ്ങളുടെ അവസ്ഥ ഉണ്ടാകുന്നത്? രോഗങ്ങളുടെ അവസ്ഥ കൊടുക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിന് അവർ പങ്കുവഹിക്കുവാനാണെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ക്രൂശ് മരണം ഏൽക്കേണ്ടി വന്നത്? ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് ക്രൂശ് വഹിക്കുകയാണല്ലോ ചെയ്തത്, എൻ്റെയും നിങ്ങളുടെയും പാപം മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിലും അവരുടെ അസ്ഥികളിൽ വരുന്നവരെ ആ ശക്തി പുറപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ശാരീരികമായ രോഗങ്ങളൊന്നും സ്വർഗരാജ്യത്തെ പ്രവേശനം തടസ്സമല്ലാതെ നമ്മൾ മനസ്സിലാക്കി. ഏത് രോഗം ബാധിച്ച് മരിച്ചാലും ഒരുവനെ സ്വർഗരാജ്യത്തിൽ പോകാം. സ്വർഗരാജ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് പാപമെന്ന രോഗം മാത്രമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്ന സൗഖ്യം പാപമാകുന്ന രോഗത്തിൻ്റെ സൗഖ്യമാണ്. ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായ സമയം വരുമ്പോൾ ദൈവം അവർക്ക് രോഗങ്ങളെ കൊടുക്കാറുണ്ട്. ആ രോഗം വന്ന് അവരുടെ ശരീരത്തിൽ അത് ക്ഷീണിച്ച് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചവരും ഈ മനുഷ്യരൊക്കെയും ഭൂമിയിൽ മരിച്ചു പോകുന്നതായി നമ്മൾ കാണുന്നു. പക്ഷെ അതൊന്നും അവരുടെ സ്വർഗരാജ്യ പ്രവേശനം ഒരിക്കലും ഒരു തടസ്സമല്ല. പാപം എന്ന രോഗം മാത്രമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് തടസ്സമായിട്ടുള്ളത്. ആ രോഗത്തിൽ നിന്നാണ് നമുക്ക് സൗഖ്യം ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയിൽ തൈലാഭിഷേകം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലോ. അത് വാസ്തവത്തിൽ ആ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പാപമാകുന്ന രോഗത്തിന് വേണ്ടി ആ രോഗത്തിനുള്ള സൗഖ്യത്തിന് വേണ്ടിയാണ് ആ പ്രാർത്ഥന മുഴുവൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ശാരീരിക രോഗത്തിന് വരെ സൗഖ്യം അവിടെ ലഭ്യമാവുകയാണ്. നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന മിക്കവാറും രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനും അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആ തൈലാഭിഷേകത്തോടുകൂടി നമുക്ക് സൗഖ്യം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കും ഇവിടെ ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗവും സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് തടസ്സമില്ല. പാപമെന്ന രോഗം മാത്രമേ നമുക്ക് തടസ്സമുള്ളൂ. ആ രോഗമുണ്ടാവാതെ നമ്മളെ സൂക്ഷിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ നമുക്കിടയായി തീരണം. വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതിന് നമ്മെ സഹായിക്കും. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.